ഇന്ന് ഞാൻ സിക്ക് ലീവിലാണ്. എനിക്ക് ഫീവർ പിടിച്ചു. ഇന്നലെ രാത്രി തൊട്ട് നല്ല ഫീവർ ഉണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടും ഒക്കെ. അപ്പം ഇന്ന് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു ഇന്നത്തെ എൻ്റെ ഡേയിലെ കുറച്ച് പോർഷൻസ് നിങ്ങളെ കാണിക്കാമെന്ന്. ഇന്ന് ഞാൻ അത്യാവശ്യം നല്ല ലേറ്റായിട്ട് എഴുന്നേറ്റത്. ഒരു 10 മണിയാവുന്നു. അങ്ങനെ ഞാൻ ഫ്രഷൊക്കെ ആയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഞാൻ മിക്ക ദിവസവും ഇങ്ങനെ റാൻഡം ചാപ്റ്റേഴ്സ് എടുത്ത് വായിക്കും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇന്ന് എനിക്ക് ദൈവം തരാനുള്ള മെസ്സേജ് ഇതാണ് എന്നായിരിക്കും. ഇന്ന് എനിക്ക് നല്ലൊരു പോസിറ്റീവ് ഒരു ബ്ലെസ്സിങ് ഉള്ള ചാപ്റ്ററാണ് കിട്ടിയത്. പിന്നെ കുറച്ച് കുശലമൊക്കെ പറയും ഞാൻ നിന്നുകൊണ്ട് തന്നെ. ഇത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. സ്വല്പം മൂഷിക്കേട്ട് ഡേ തുടങ്ങാമെന്ന് വെച്ചു. ഫീവർ ആണെങ്കിലും ഇല്ലെങ്കിലും ക്ലീനിങ് എനിക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തില്ല. രാത്രി മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു നല്ല ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസും പിന്നെന്താ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കാമെന്ന്. ഇത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് പണിയാണ്, പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇത് ഒരു ഡബിൾ എഗ് ഓംലെറ്റാണ്. ഇതിൽ ഞാൻ കുറച്ച് സ്പിനച്ച് ആഡ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ സീസൺ മാറുന്നതുകൊണ്ട് എല്ലാവർക്കും ഓഫീസിൽ മിക്കവർക്കും ഫീവറും കോൾഡും ഒക്കെയാണ്. അങ്ങനെ എനിക്കും കിട്ടിയത്. ഇന്നെനിക്ക് ലഞ്ച് ഉണ്ടാക്കണം, പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി ജ്യൂസും ഓംലെറ്റും കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ലെങ്കിലോ എന്നോർത്ത് ഞാനൊരു ആപ്പിളും കൂടെ കട്ട് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ടേബിളിൻ്റെ റണ്ണറൊക്കെ മാറ്റിയിട്ട് കുറേ മാസങ്ങളായി. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ടേബിൾ ക്ലീൻ ചെയ്തിട്ട് വേറെ റണ്ണറൊക്കെ ഇട്ട് ആ ഫ്ലവറൊക്കെ ഒന്ന് മാറ്റാമെന്ന് വെച്ചു. കണ്ടോ, കുട്ടപ്പനായി. എനിക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ, ലൈവ് പ്ലാന്റ്സ്. ബാക്കിയെല്ലാം ഞാൻ മാക്സിമം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ വെക്കുക. സമയക്കുറവാണ് മെയിനായിട്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യലൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ഒരു ലഞ്ച്. നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് മാത്രം കഴിക്കുന്നവരുണ്ട്. എനിക്ക് ഇവിടെയുണ്ട്. കുക്കിംഗ് ഒക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് പഠിപ്പിക്കുമല്ലോ. എനിക്കെല്ലാം എൻ്റേതായ റെസിപ്പീസാണ്. തരക്കേടില്ലെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ എഗ്ഗൊക്കെ ഇട്ട് ഒരു സിമ്പിൾ ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. മിക്ക കറികളും മോർ ദാൻ 1 ഡേക്ക് വേണ്ടിയാണ് ഞാൻ വയ്ക്കാറ്. അപ്പോൾ സ്പോയിൽ ആവാതിരിക്കാൻ തേങ്ങ ഇടാറില്ല. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും അങ്ങനെ അധികം കറികളിൽ യൂസ് ചെയ്യാറില്ല. ചിക്കൻ ഒന്ന് ചെറിയ മസാലയൊക്കെ ഇട്ടൊരു ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇതിൽ ഞാൻ ടർമറിക്ക്, പിന്നെ ചില്ലി പൗഡർ, ചിക്കൻ മസാല, പറഞ്ഞ പോലെ മല്ലിപ്പൊടി ഇടത്തില്ല, പിന്നെ സോൾട്ട്, പെപ്പർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ലെമൺ, കുറച്ച് ഒലിവ് ഓയിൽ, അതേപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും. ഇതൊരു ക്യുക്ക് റെസിപ്പിയാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് മാറിനേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ടൈമിൽ ഞാൻ അരി കഴുകി കുതിർക്കാനിട്ടു. ഇത് പാലക്കാടൻ ഉണ്ടമട്ട.
അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡിയായി. ചോറും ചിക്കനും ചീരത്തോരനും പിന്നെ കഴിഞ്ഞ ദിവസത്തെ ക്യാരറ്റ് ബീൻസ് തോരനുണ്ടായിരുന്നു. പിന്നെ തൈര്. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കഴിക്കാൻ വന്നിരുന്നു ഓഫീസിൽ നിന്ന്. ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കുറച്ച് നേരം കണ്ട് അങ്ങനെ ഇങ്ങ് കിടന്നുറങ്ങി. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കലിമ്പ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർമ്മ വന്നു. പക്ഷെ എല്ലാം ഔട്ട് ഓഫ് ട്യൂൺ ആയിരുന്നു. പ്ലേ ചെയ്യാനൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ മറന്നു പോയിരുന്നു കോഡ്സൊക്കെ. 1.5 വർഷമായി ഇതൊക്കെ പ്ലേ ചെയ്തിട്ടൊക്കെ. ഈ കലിമ്പ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അന്ന് വാങ്ങിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. യൂട്യൂബ് നോക്കി ഞാൻ കുറേയൊക്കെ പഠിക്കുമായിരുന്നു സോങ്സൊക്കെ. ട്യൂൺ ചെയ്യാനുള്ള ആപ്സ് പ്ലേ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ അത് നോക്കി നമ്മൾ ട്യൂൺ ചെയ്ത് എടുക്കണം ഓരോ സ്ട്രിങ്സും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഫീവറൊക്കെ കുറയുമെന്നാണ് കരുതിയത്. പക്ഷേ ഫീവർ കുറഞ്ഞു. നല്ല ഹെഡേക്കും കോൾഡും പിന്നെ സ്നീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.